CPI മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ കുടുംബത്തെ പൊതുയോഗത്തിലേക്ക് ക്ഷണിക്കാത്തതിൽ വീഴ്ച പറ്റിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ദേശീയ കൌൺസിലിന്റെ ഭാഗമായി ചേർന്ന പൊതുയോഗത്തിൽ തങ്ങളെ ക്ഷണിച്ചില്ലെന്ന കാനം രാജേന്ദ്രന്റെ മകൻ സന്ദീപിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. കാനം രാജേന്ദ്രന്റെ കുടുംബത്തോട് ക്ഷമാപണം നടത്തിയതായും ബിനോയ് വിശ്വം 24 പറഞ്ഞു. ആർ ശ്രീജിത്ത് ചേരുന്നു വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഇതൊരു വലിയ വിവാദത്തിലേക്ക് ഈ സോഷ്യൽ മീഡിയ ചർച്ചകളൊക്കെ ഇനി അങ്ങനെ മുന്നോട്ട് പോകാതിരിക്കാൻ സംസ്ഥാന സെക്രട്ടറി ഇടപെടുകയാണോ? ഈ കുടുംബത്തിന്റെ പരാതിയിൽ അവരെ കാര്യങ്ങൾ ബോധിപ്പിച്ചോ? ഗോകുൽ, കാനം രാജേന്ദ്രന്റെ മകന്റെ പരാതി ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രശ്നത്തിൽ ഇടപെട്ടു. കാരണം കാനം പാർട്ടി പ്രവർത്തകർക്ക് ഒരു വൈകാരികമായ അടുപ്പമുള്ള നേതാവാണ്. അതുകൊണ്ട് തന്നെ കാനത്തിന്റെ കുടുംബത്തെ അവഗണിച്ചു എന്ന വിവരം പാർട്ടിക്കകത്ത് വലിയ ചർച്ചയായിരിക്കുന്നു. ഈ ഘട്ടത്തിലാണ് ബിനോയ് വിശ്വം ഇടപെട്ടിരിക്കുന്നത്. കാനത്തിന്റെ കുടുംബത്തെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നതിൽ വീഴ്ചയുണ്ടായി എന്ന് ബിനോയ് വിശ്വം തുറന്ന് സമ്മതിക്കുകയാണ്. സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവുമാണ് ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കേണ്ടവരെ വിളിക്കാനുള്ള പട്ടിക തയ്യാറാക്കുകയും ക്ഷണപത്രം നൽകുകയും ചെയ്തത്. എന്നാൽ ജില്ലാ നേതൃത്വം കരുതി സംസ്ഥാന നേതൃത്വം ക്ഷണിച്ചു കാണുമെന്ന്, സംസ്ഥാന നേതൃത്വം കരുതി ജില്ലാ നേതൃത്വം ക്ഷണിച്ചു. ഈ ഒരു ആശയക്കുഴപ്പമാണ് കാനത്തിൻ്റെ കുടുംബത്തെ ക്ഷണിക്കുന്നതിൽ വീഴ്ച ഉണ്ടാവാൻ കാരണം. എന്തായാലും വീഴ്ച ആരുടെ ഭാഗത്തു നിന്നാണെങ്കിലും അത് വീഴ്ച തന്നെയാണ്. കാനത്തിൻ്റെ മകനെ വിളിച്ച് ക്ഷമാപണം തെറ്റുപറ്റി ക്ഷമിക്കണം എന്ന് പറഞ്ഞു എന്നാണ് ബിനോയ് വിശ്വം ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഏറ്റവും മാതൃകാപരമായ ഒരു നടപടി ഇക്കാര്യത്തിൽ സ്വീകരിച്ചു എന്നൊരു വിശ്വാസമാണ് ഇപ്പോൾ CPI സംസ്ഥാന നേതൃത്വം പ്രകടിപ്പിക്കുന്നത്. എന്തായാലും കാനത്തിൻ്റെ കുടുംബത്തെ ക്ഷണിക്കുന്നതിൽ വീഴ്ചയുണ്ടായി, അത് കാനത്തിൻ്റെ കുടുംബം പറയുന്നതാണ് ശരിയെന്ന് പാർട്ടി തന്നെ സമ്മതിക്കുകയാണ്. ശ്രീജിത്ത്, ഇപ്പോൾ നേതൃനിരയിലുള്ള പല നേതാക്കളും ബിനോയ് വിശ്വം അടക്കം കാനത്തിന് പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ കാനത്തോടൊപ്പം വന്നവരാണ്. അവർക്കൊക്കെയും ഈ വീഴ്ച അത് ഒരു ക്ഷമാപണത്തിനപ്പുറം ഒരു സംഘടനാപരമായി ഇത് ആർക്ക് പറ്റിയ വീഴ്ചയാണ്, എവിടെയാണ് ഈ പാളിച്ച പറ്റിയെന്നൊക്കെ CPI സംഘടനാ സംവിധാനം അന്വേഷിക്കില്ലേ? ഗോകുൽ, ഇപ്പോൾ തന്നെ ഈ വീഴ്ച എങ്ങനെയാണ് പറ്റിയതെന്ന കാര്യം CPI സംസ്ഥാന നേതൃത്വം വിലയിരുത്തിയിട്ടുണ്ട്. ഈ പരിപാടിയുടെ സംഘാടകർ ജില്ലാ നേതൃത്വമായിരുന്നു, തിരുവനന്തപുരം ജില്ലാ കൗൺസിലായിരുന്നു. ജില്ലാ കൗൺസിലും സംസ്ഥാന കൗൺസിലിൻ്റെ നേതാക്കന്മാരുമാണ് ഈ ചടങ്ങിൽ ആദരിക്കേണ്ട കുടുംബങ്ങളെ ക്ഷണിക്കാനുള്ള പത്രിക നൽകുകയും അവരെ ക്ഷണിക്കുന്ന ജോലി ഏറ്റെടുക്കുകയും ചെയ്തത്. എന്നാൽ സംസ്ഥാന നേതൃത്വം കരുതി ജില്ലാ നേതൃത്വം തിരുവനന്തപുരത്ത് തന്നെയാണ് കാനത്തിൻ്റെ കുടുംബം താമസിക്കുന്നത്, കാനത്തിൻ്റെ കുടുംബത്തെ ക്ഷണിച്ചു കാണുമെന്ന്. സംസ്ഥാന നേതൃത്വം ക്ഷണിച്ചുവെന്ന് ജില്ലാ നേതൃത്വവും കരുതി. ഈ ഒരു ആശയക്കുഴപ്പമാണ് കാനത്തെ ക്ഷണിക്കുന്നതിനുണ്ടായ വീഴ്ചയുടെ പ്രധാനപ്പെട്ട കാരണമെന്നാണ് CPI ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും പാർട്ടിക്കകത്ത് ഗോൾ സൂചിപ്പിച്ച പോലെ ഇതൊരു വലിയ വൈകാരിക വിഷയമായി കത്തിപ്പടരുന്നുണ്ട്. കാരണം കാനത്തിന് ഏറെ പ്രിയപ്പെട്ട, കാനത്തോട് ഏറ്റവും അടുപ്പമുണ്ടായിരുന്നവരാണ് ഇപ്പോൾ നേതൃനിരയിലുള്ളത്. അവരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചത് അക്ഷന്തികമായ തെറ്റാണ് എന്ന തരത്തിലുള്ള വികാര പ്രകടനങ്ങൾ പാർട്ടിക്ക് അകത്തും പുറത്തുമൊക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലനമായിരുന്നു കാനത്തിൻ്റെ മകൻ്റെ കമൻറ്റ്. ശരി, ആശ്രയിത്താണ് വിവരങ്ങൾ നൽകിയത്. ബിനോയ് വിശ്വം തന്നെ നമ്മളോട് പ്രതികരിച്ച് ഇക്കാര്യത്തിൽ ക്ഷമ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ വീഴ്ച സമ്മതിക്കുകയാണ് CPI നേതൃത്വം. ഏതായാലും ഗുരുതരമായ ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നു. കാനം രാജേന്ദ്രൻ്റെ കുടുംബത്തെ ആ ചടങ്ങിലേക്ക് ക്ഷണിക്കാൻ മറന്നുപോയി. അത് ആശയക്കുഴപ്പമാണെങ്കിലും വലിയ വീഴ്ച തന്നെയെന്ന് CPI നേതൃത്വം തുറന്ന് സമ്മതിക്കുകയും ചെയ്തു.